മരണം പതിയിരിക്കുന്ന പാമ്പ് ദ്വീപിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓരോ ചവിട്ടടിയിലും ഉഗ്രവിഷമുള്ള പാമ്പുകൾ. അങ്ങനെ ഒരു ദ്വീപിൽ എത്തിപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഒരു ദ്വീപ്. ആകാശ ദൃശ്യങ്ങളിൽ മനോഹരമായ കാടുകളും പച്ചപ്പും കുന്നുകളും പാറകളുമെല്ലാം തെളിഞ്ഞു കാണാം. പക്ഷേ പച്ചപ്പുകൾക്കിടയിൽ പതിയിരിക്കുന്നതോ മരണവും. ഈ ദ്വീപിൽ കാലുകുത്തിയാൽ ഓരോ ചവിട്ടടിയിലും കാലിനടിയിലേക്ക് എത്തുന്നത് ഉഗ്രവിഷമുള്ള പാമ്പുകളായിരിക്കും. ലോകത്തിലെ ഏറ്റവും മാരക വിഷമുള്ള പാമ്പുകളുടെ വിഭാഗത്തിൽപ്പെട്ട കുന്തത്തലയൻ സ്വർണ്ണ അണലികൾ ഉൾപ്പെടെ 4 ലക്ഷത്തോളം പാമ്പുകളാണ് 106 ഏക്കർ മാത്രം വലിപ്പമുള്ള ദ്വീപിനകത്തുള്ളത്. ഓരോ ചതുരശ്ര മീറ്ററിലും 2 മുതൽ 5 വരെ പാമ്പുകൾ ഉണ്ടാകുമെന്ന് ഗവേഷകർ പറയുന്നു. അതുകൊണ്ട് തന്നെ ദ്വീപിനകത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ബ്രസീലിലെ സാവോ പോളോയിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയാണ് പാമ്പുകളുടെ ദ്വീപ് അഥവാ ഇൽഹ ഡ ക്യുമാഡ ഗ്രാൻഡെ എന്നറിയപ്പെടുന്ന ഈ ദ്വീപുള്ളത്. മെയിൻലാൻഡ് ബ്രസീലിനോട് ചേർന്ന പ്രദേശമായിരുന്നു ഈ ദ്വീപും. ഒരു കാലത്ത് ഇവിടെ ജനവാസം ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു. എന്നാൽ മനുഷ്യ സാന്നിധ്യം കുറഞ്ഞതോടെ ദ്വീപിനെ പതിയെ പാമ്പുകൾ കൈയടക്കി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 11,000 വർഷങ്ങൾക്ക് മുൻപ് സമുദ്രനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ ഈ പ്രദേശം ഒറ്റപ്പെട്ടു. വെള്ളം ഉയരുന്നതിനൊപ്പം ആളുകൾ മെയിൻലാൻഡിലേക്ക് കുടിയേറി. ജനവാസം കുറഞ്ഞപ്പോൾ ഈ പ്രദേശത്തെ പാമ്പുകളുടെ സാന്നിധ്യവും കൂടിക്കൂടി വന്നു. അപ്പോഴേക്കും പ്രദേശം വെള്ളത്താൽ ചുറ്റപ്പെട്ട് ദ്വീപായി മാറിയിരുന്നു. ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലാതെ വന്നതോടെ പുതിയ മേഖലയുമായി പാമ്പുകൾക്ക് ഇണങ്ങിച്ചേരേണ്ടി വന്നു. കാലങ്ങൾ പിന്നിട്ടതോടെ പാമ്പുകളുടെ എണ്ണം ഇരട്ടിയായി. അതങ്ങനെ ഇരട്ടിച്ചുകൊണ്ടേയിരുന്നു. പതിയെ ദ്വീപ് പൂർണ്ണമായും പാമ്പുകളുടെ വിഹാര കേന്ദ്രമായി മാറി. പാമ്പ് ദ്വീപുമായി ബന്ധപ്പെട്ട അപകടങ്ങളെ കുറിച്ച് നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഈ ദ്വീപിലേക്ക് പോയ ഒരു മത്സ്യത്തൊഴിലാളിക്ക് പാമ്പ് കടിയേറ്റതാണ് അതിൽ ആദ്യത്തെ കഥ. കടിയേറ്റെങ്കിലും അയാൾക്ക് താൻ സഞ്ചരിച്ച ബോട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞു. എന്നാൽ നിർഭാഗ്യമെന്ന് തന്നെ പറയാം, അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ല. തീരെ തടിഞ്ഞ ബോട്ടിൽ മത്സ്യത്തൊഴിലാളിയുടെ ജഡത്തിനൊപ്പം രക്തവും തളം കെട്ടി കിടന്നിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ജഡം പരിശോധിച്ചതിൽ നിന്ന് മാരകമായ വിഷമേറ്റാണ് അയാൾ മരണപ്പെട്ടതെന്ന് കണ്ടെത്തി. വിഷം കുന്തത്തലയൻ അണലി പാമ്പിന്റേതാണെന്നും അധികൃതർ തിരിച്ചറിഞ്ഞു. ദ്വീപിലെ ലൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരനുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു കഥ. ലൈറ്റ് ഹൗസ് ഓപ്പറേറ്റർ കുടുംബത്തോടൊപ്പമാണ് ദ്വീപിൽ താമസിച്ചിരുന്നത്. ഒരു ദിവസം ജനലിലൂടെ എണ്ണാൻ സാധിക്കുന്നതിലും അധികം പാമ്പുകൾ വീടിനകത്തേക്ക് പ്രവേശിക്കുകയും ഓപ്പറേറ്ററെയും ഭാര്യയെയും മക്കളെയും ആക്രമിക്കുകയുമായിരുന്നുവെന്നാണ് കഥ. വീട്ടിൽ നിന്ന് ഓടിയിറങ്ങി തീരത്ത് ബന്ധിച്ചിരുന്ന ബോട്ടിൽ രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചെങ്കിലും മരച്ചില്ലകളിൽ ചുറ്റിയിരുന്ന പാമ്പുകൾ കടിക്കുകയും അവർ മരണപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം ദ്വീപിലേക്ക് പിന്നീട് ആരും ലൈറ്റ് ഹൗസ് ഓപ്പറേറ്ററായി എത്തിയിട്ടില്ല. ലോകത്തിലെ തന്നെ ഉഗ്രവിഷമുള്ള പാമ്പുകളിൽ ഒന്നായ ഗോൾഡൻ ലാൻസ് ഹെഡിന്റെ വിഹാര കേന്ദ്രമാണ് ഈ ദ്വീപ്. സാധാരണ വിഷപ്പാമ്പുകളുടെ വിഷത്തെക്കാൾ 6 മടങ്ങെങ്കിലും കൂടുതൽ തീവ്രതയാണ് ഈ പാമ്പുകളുടെ വിഷത്തിനുള്ളത്. ഇവയുടെ കടിയേറ്റ ഭാഗത്തെ മാംസം അലിഞ്ഞു പോകുമെന്നാണ് പറയപ്പെടുന്നത്. ബ്രസീലിലും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇവയേക്കാൾ 10 മടങ്ങാണ് ദ്വീപിലെ പാമ്പുകളുടെ എണ്ണം. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളിൽ 90% ഈ പാമ്പുകൾ കാരണമാണെന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷികളാണ് പ്രധാനമായും ഇവയുടെ ഭക്ഷണം. പാമ്പിൻ വിഷമേറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പക്ഷികൾ മരിക്കും. അവയെ പാമ്പുകൾ ഭക്ഷണമാക്കുകയും ചെയ്യും. ദ്വീപിലെ മരത്തിലും ചില്ലകളിലുമെല്ലാം അണലിയുടെ സാന്നിധ്യമുണ്ട്. കടിയേറ്റ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിഷം മനുഷ്യനെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഇതുവരെയും ഈ പാമ്പിന്റെ കടിയേറ്റ് ആരും രക്ഷപ്പെട്ടിട്ടില്ല. മരണം പതിയിരിക്കുന്ന ഈ ദ്വീപിലേക്ക് വിനോദസഞ്ചാരികൾക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. എന്നാൽ ഗവേഷകർക്കും നാവികസേനാ ഉദ്യോഗസ്ഥർക്കും പ്രവേശിക്കാം. പാമ്പ് കടിയേറ്റാൽ ചികിത്സയ്ക്കായി പ്രയോഗിക്കുന്ന പ്രതിവിഷവുമായാണ് ഇവർ ഈ ദ്വീപിൽ പ്രവേശിക്കുന്നത്. പാമ്പുകളെ പിടികൂടി അവയുടെ അളവും ഭാരവും അടക്കം ശേഖരിച്ച് മൈക്രോചിപ്പ് ഘടിപ്പിച്ച് തിരിച്ചയക്കുകയാണ് ഈ ഗവേഷകർ ചെയ്യുന്നത്. പാമ്പുകളുടെ പ്രജനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനാണ് ചിപ്പ് ഘടിപ്പിക്കുന്നത്. കണക്കുകൾ അനുസരിച്ച് പാമ്പുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി പറയുന്നു. ഇവ ഭക്ഷണത്തിനായി ആശ്രയിച്ചിരുന്ന പക്ഷികളുടെയും മറ്റും എണ്ണം കുറഞ്ഞത് ഇവയുടെ നിലനിൽപ്പിനെ ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം വേട്ടയാടലിന്റെ ഭീഷണിയും ഇവ നേരിടുന്നുണ്ട്. ഈ ദ്വീപിലേക്ക് പോയവരെല്ലാം ഒന്നടങ്കം പറയുന്നത് പാമ്പ് ദ്വീപിലേക്ക് വരാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ്. മതിയായ സുരക്ഷാ സന്നാഹങ്ങളോടെ ഞങ്ങൾ പോകുന്നത് കൊണ്ട് മാത്രമാണ്
ആപത്തൊന്നും കൂടാതെ തിരിച്ചു വരാൻ കഴിയുന്നതെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു.